നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഠനകാലം മുതൽ മഞ്ജു എന്ന് പറയുന്ന ആ ഒരു യുവതിയുടെ സ്വപ്നമായിരുന്നു സർക്കാർ ജോലി. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് പ്രതിസന്ധികളെല്ലാം നീന്തി കടന്ന് ഒടുവിൽ സ്വപ്നതുല്യമായ ആ സർക്കാർ ജോലി കയ്യെത്തും ദൂരത്തും എത്തിയതായിരുന്നു. എന്നാൽ ആ സന്തോഷം കുടുംബത്തോടൊപ്പം ആഘോഷിച്ചു തീർക്കുന്നതിന് മുമ്പേ വിധി റോഡ് അപകടത്തിന്റെ ക്രൂര രൂപത്തിൽ ആ ജീവൻ തട്ടിയെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കെ വർക്കലയിൽ വെച്ചുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ ഇടിഞ്ഞാർ മാടൻകരിക്കകം ഷാലോം നിവാസിൽ റിബിൻ ജോസിന്റെ ഭാര്യ മഞ്ജു വിട പറഞ്ഞപ്പോൾ ഇടിഞ്ഞാർ ഗ്രാമം ഒന്നടങ്കം നൊമ്പരത്തിലാവുകയാണ്. ബുധനാഴ്ച രാത്രി വർക്കലയിൽ കാർ ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിലാണ് മഞ്ജു തന്റെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി വിട പറഞ്ഞത്. പഠനകാലം മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹമായിരുന്നു ഒരു സർക്കാർ ജോലി. കുടുംബത്തിലെ പരാധീനതകൾക്കിടയിലും തളരാതെ പഠിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഡാറ്റ എൻട്രി തസ്തികയിലേക്കുള്ള പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി അവസാനവട്ട ഉത്തരവിനായി കാത്തിരിക്കുകയായിരുന്നു മഞ്ജു. ജോലിയിൽ പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തകൃതിയായി നടക്കുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി മരണമെത്തിയത്. നാട്ടിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങളിലും സഭയിലെ വിശ്വാസാധിഷ്ഠിത കൂട്ടായ്മകളിൽ എന്നും മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മഞ്ജു. കുടുംബത്തിന്റെ സന്തോഷങ്ങൾക്കായി എപ്പോഴും ഓടി നടന്ന അവർ പ്രാർത്ഥനയിലും ദൈവിക കാര്യങ്ങളിലും ആഴമേറിയ വിശ്വാസം പുലർത്തിപ്പോന്നു. ഭർത്താവ് റിബിൻ ജോസ് പൊതുപ്രവർത്തന രംഗത്ത് സജീവവും കോൺഗ്രസ് പെരിങ്ങമല മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമാണ്. പാളയംകുന്നിൽ വാടകയ്ക്ക് താമസിച്ച് റബ്ബർ ടാപ്പിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും. ബുധനാഴ്ച രാത്രി 10:30 ചാവർക്കോട് ജംഗ്ഷന് സമീപമായിരുന്നു ദാരുണമായ ആ അപകടം നടന്നത്. ഭർത്താവിന്റെ കൂട്ടുകാരന്റെ പുതിയ വീട് സന്ദർശിച്ച് പാരിപ്പള്ളിയിലെ കടയിൽ നിന്ന് വീട്ടുസാധനങ്ങളും വാങ്ങി പാളയംകുന്നിലേക്ക് മടങ്ങുകയായിരുന്നു മഞ്ജുവും കുടുംബവും. എന്നാൽ അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ ഒരു കാർ ഇവരുടെ ബൈക്കിന് പിന്നിൽ അതിശക്തമായി ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മഞ്ജുവിനെ ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചുവെങ്കിലും വ്യാഴാഴ്ച പുലർച്ചയോടെയാണ് ജീവൻ വെടിഞ്ഞത്. ബൈക്ക് ഓടിച്ചിരുന്ന ഭർത്താവ് റിബിൻ ജോസിനും മക്കളായ ആരോൺ, ആരാധ്യ 11 വയസ്സ്, 6 വയസ്സ് എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റു. റിബിന്റെ നട്ടെല്ലിന് പരിക്കേൽക്കുകയും മകൾ ആരാധ്യയുടെ കൈക്ക് പൊട്ടലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടമുണ്ടാക്കിയ ഉടൻ തന്നെ കാർ ഉപേക്ഷിച്ച് ഡ്രൈവർ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. അമിത വേഗത്തിലെത്തിയ ദുരന്തം വിതച്ച കാർ ഡ്രൈവറെ കണ്ടെത്താനായി അയിരൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നാടിനെയും വീടിനെയും കണ്ണീരിലഴ്ത്തി മടങ്ങിയ മഞ്ജുവിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഇടിഞ്ഞാർ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് സെമിത്തേരിയിൽ സംസ്കരിച്ചത്. പ്രിയപ്പെട്ടവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് കാണാൻ കാത്തുനിന്ന കുടുംബത്തിനും ഗ്രാമവാസികൾക്കും ഈ വേർപാട് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പ്രതിയെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മദ്യപാനി വാഹനമെടുത്ത് റോഡിലിറങ്ങുമ്പോൾ അപകടത്തിലാകുന്നത് ഇയാളുടെ ജീവൻ മാത്രമല്ല, റോഡിലൂടെ സഞ്ചരിക്കുന്ന കുട്ടികളും വയോധികരും അടക്കം നിരവധി നിരപരാധികളുടെ ജീവൻ കൂടിയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ ഏതായാലും ഈ പ്രതിയെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രതിയെ പിടികൂടിയാൽ മാത്രമായിരിക്കും ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ, മദ്യപിച്ചാണ് വാഹനം ഓടിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ. വാഹനാപകടങ്ങളിൽ മരിക്കുന്ന കാൽനട യാത്രക്കാരിൽ 32%, ഇരുചക്ര യാത്രക്കാരിൽ 40% കൊല്ലപ്പെടുന്നത് വൈകിട്ട് 6-നും പുലർച്ചെ 6-നും ഇടയ്ക്കാണ്. ഇതിനുള്ള പ്രധാന കാരണം മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് തന്നെയാണ്. ഈ വർഷം മാർച്ചിൽ വന്നൊരു കണക്ക് പ്രകാരം കേരളത്തിൽ വാഹനാപകടങ്ങൾ കൂടുമ്പോഴും അതുമൂലമുണ്ടാകുന്ന മരണനിരക്ക് കുറഞ്ഞു വരുന്നു. 2024 സംസ്ഥാനത്ത് വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3775 ആയിരുന്നുവെങ്കിൽ 2025 മരണസംഖ്യ 142 കുറഞ്ഞത് 3733 സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം 1.90 കോടിയിലെത്തുകയും അപകടങ്ങൾ കൂടുകയും ചെയ്യുമ്പോഴാണിത്. ഇരുചക്ര വാഹനങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. 2024 1450 പേർ മരിച്ചപ്പോൾ 2025 അത് 1345 ആയി. 2025 49,889 അപകടങ്ങളിലായാണ് 3733 പേർ മരിക്കുകയും 56,922 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്.
2024 48,919 അപകടങ്ങൾ ഉണ്ടായപ്പോഴാണ് 3,575 പേർ മരിച്ചത്. 54,743 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നത് എറണാകുളം റൂറൽ ജില്ലയിലാണ്. 4,614 പേരും ആലപ്പുഴയിൽ 3,954 എന്നാൽ മരണം കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം 333 പാലക്കാട് 305 അപകടങ്ങളും മരണനിരക്കും കുറവുണ്ടായത് വയനാട് കാസർഗോഡ് ജില്ലകളിലാണ്. വയനാട്ടിൽ 961 അപകടങ്ങളും 69 മരണവുമാണ് പോയ വർഷം റിപ്പോർട്ട് ചെയ്തത്. കാസർഗോഡ് 1,111 അപകടങ്ങളും 87 മരണങ്ങളും ഉണ്ടായി. റോഡിന്റെ സ്ഥിതി മുൻപത്തേക്കാൾ മെച്ചപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ അപകടങ്ങൾക്ക് കാരണം ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. 2025 1,837 പേർ മരിക്കാനിടയായത് ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ട് തന്നെ. ഈ വർഷം ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നത് പിടികൂടാൻ പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഒരാഴ്ചത്തെ പരിശോധനയിൽ മാത്രം 50,969 നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും 2.55 കോടി രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. അപകടകരമായ രീതിയിൽ റോഡിൽ വാഹനം പാർക്ക് ചെയ്തവർക്കെതിരെയും പോലീസിന്റെ ട്രാഫിക് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിലും 23,771 വാഹനങ്ങളിൽ നിന്നായി 61.86 ലക്ഷം രൂപ പിഴ ഈടാക്കിയിരുന്നു. ഇതോടൊപ്പം AI ക്യാമറ സ്ഥാപിക്കുകയും പോലീസ് മോട്ടോർ വാഹന വകുപ്പുകൾ പരിശോധന നടത്തുകയും ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുകയും ചെയ്തതും ഫലം നൽകുന്നുവെന്നതാണ് മരണനിരക്കിലെ കുറവ് നൽകുന്ന സൂചന. അതായത് ഇവിടുത്തെ റോഡുകളൊക്കെ തന്നെ പലതും പല രീതിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ പോയ വർഷങ്ങളെ അപേക്ഷിച്ച് മരണനിരക്ക് കുറയുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഏതായാലും അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കുമ്പോൾ സ്വന്തം ജീവൻ മാത്രമല്ല, ആ റോഡിലൂടെ പോകുന്ന ഒരുപക്ഷെ ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചു പോകുന്ന മറ്റുള്ള ആൾക്കാരുടെയും അല്ലെങ്കിൽ കാൽനടയായി നടന്നു പോകുന്ന സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളുടെ ജീവനും കൂടി അപകടത്തിലാകുന്നുണ്ട്. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഇത്തരത്തിൽ ഒരാളുടെ ജീവിതം കളയാനായിട്ട്. അതുകൊണ്ട് വാഹനവുമായിട്ട് നിരത്തിലിറങ്ങുന്നവർ സൂക്ഷിക്കുക. സ്വയം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചില്ലെങ്കിൽ അത് വലിയൊരു വിപത്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്.